അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്ന മഹത്തായ ഗുണങ്ങളിൽ ഒന്നാണ് പരോപകാരം. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ആശ്വാസമാവുകയും അവരുടെ ആവശ്യങ്ങളിൽ സഹായഹസ്തമാവുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക. സൂറത്തുൽ മാഇദ 2-ാമത്തെ ആയത്താണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസ്വാറുകളെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തമായി ആവശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു. സൂറത്തുൽ ഹശ്ർ 9-ാമത്തെ ആയത്താണിത്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യ സേവനത്തിൻ്റെ മഹത്വം വ്യക്തമാക്കിക്കൊണ്ട് പറയുകയാണ്, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, അഥവാ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, അഥവാ ഒരാൾ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിച്ചു കൊണ്ടിരിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരിക്കൽ പറയുകയാണ്, മൻ നഫ്ഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ നഫ്ഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, അഥവാ ഒരു വിശ്വാസിയുടെ പ്രയാസം നീക്കിക്കൊടുക്കുന്നവൻ്റെ പരലോക പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കും. ഇതും സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ പരോപകാരത്തിൻ്റെ അതുല്യ മാതൃകകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. മദീനയിലെ അൻസ്വാറുകൾ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെ സ്വന്തം സഹോദരന്മാരായിട്ടാണ് സ്വീകരിച്ചത്. സ്വന്തം വീടും സമ്പത്തും ഭക്ഷണവും അവർ പങ്കുവച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവരെ പ്രശംസിച്ചത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രാത്രിയിൽ രഹസ്യമായി പാവപ്പെട്ടവരുടെ വീടുകളിൽ എത്തി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നു. ഇത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തെ പിന്തുടർന്നപ്പോഴാണ് ഈ മഹത്തായ സേവനം മനസ്സിലാക്കിയത്. പ്രിയമുള്ളവരെ, പരോപകാരം പണം നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി, രോഗിയെ സന്ദർശിക്കൽ, വിഷമിക്കുന്നവനെ ആശ്വസിപ്പിക്കൽ, അറിവ് പങ്കുവെക്കൽ, ഇതെല്ലാം പരോപകാരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള പരസ്പര സഹായം, കാരുണ്യം, ഇതെല്ലാം നമ്മൾ പരസ്പരം പങ്കുവെക്കണം. അതുകൊണ്ട് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. പ്രതിദിനം ഓരോ ദിവസവും ഒരാളെയെങ്കിലും സഹായിക്കാം. ഒരാളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ ഒരു വിളക്കാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.